കേരളത്തിൽ ഈ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദ്യദിന കളക്ഷൻ നേടുന്ന ചിത്രം മമ്മൂട്ടി നായകനായ വൈശാഖ് ചിത്രം ടർബോ ആയിരുന്നു. 6.25 കോടിയായിരുന്നു ടർബോയുടെ കേരളത്തിലെ ആദ്യദിന കളക്ഷൻ. മമ്മൂട്ടി കമ്പനിയായിരുന്നു ചിത്രം നിർമ്മിച്ചത്. മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ, വിജയ് ചിത്രം ഗോട്ട്, പൃഥ്വിരാജ് ചിത്രം ആടുജീവിതമൊക്കെ വന്നെങ്കിലും ടർബോയുടെ ആദ്യദിന കളക്ഷനെ തൊടാനായില്ല എന്നത് സത്യമാണ്. 5.85 കോടി നേടി മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ രണ്ടാം സ്ഥാനത്തും 5.83 കോടി നേടി പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം മൂന്നാം സ്ഥാനത്തും 5.85 കോടി നേടി വിജയ് ചിത്രം ഗോട്ട് മൂന്നാം സ്ഥാനത്തും എത്തിയിരുന്നു. പിന്നീട് രജനീകാന്തിന്റെ വേട്ടയാൻ ഉൾപ്പെടെ മറ്റ് ചിത്രങ്ങളെല്ലാം എത്തിയെങ്കിലും ടർബോയുടെ കളക്ഷനെ തൊടാനായില്ല. എന്നാൽ അല്ലു അർജുൻ നായകനായ തെലുങ്ക് ചിത്രം പുഷ്പ 2 വന്നതോടെ ടർബോയുടെ കളക്ഷൻ റെക്കോർഡ് പഴങ്കഥയായിരിക്കുകയാണ്. ഒഫീഷ്യൽ കണക്ക് പ്രകാരം 6.35 കോടി രൂപയാണ് കേരളത്തിൽ പുഷ്പ ആദ്യ ദിനം നേടിയത്. കൂടാതെ ഒരു തെലുങ്ക് ചിത്രത്തിന് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആദ്യദിന കളക്ഷൻ ഇതാണ്. തെലുങ്ക് ചിത്രമായ ബാഹുബലിയുടെ റെക്കോർഡും പുഷ്പ 2 തകർത്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയിൽ സമീപകാലത്ത് വന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദ്യദിന കളക്ഷൻ നേടുന്ന ചിത്രവും പുഷ്പ 2 ആണ്. കേരളത്തിൽ പുഷ്പ 2വിന് ആദ്യ ഭാഗത്തിന്റെ അത്ര റിവ്യൂ ലഭിച്ചില്ലെങ്കിലും കളക്ഷൻ മുന്നിൽ തന്നെയാണ്.